ഓണത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും. ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് ഏവരും. തിരുവോണത്തിനുള്ള പൂക്കളത്തിനുള്ള പൂക്കൾക്കുമായി എങ്ങും ജനനിബിഡമാണ്. മഴ മാറി നിന്നതും ജനത്തിരക്കും കച്ചവടക്കാർക്ക് പ്രതീക്ഷയുടെ പൊൻതിരി നൽകിയിട്ടുണ്ട്. നഗരത്തിന്റെ മുക്കും മൂലയും ഓണത്തിരക്കിലമർന്നു. ടെക്സ്റ്റൈൽസിലും പ്രസ് ക്ലബ് റോഡ്, സ്റ്റേഡിയം കോർണർ, ബാങ്ക് റോഡ് എന്നിവിടങ്ങളിലെ തെരുവ് കച്ചവട കേന്ദ്രങ്ങളും ആൾത്തിരക്കിൽ അമർന്നിരിക്കുകയാണ്. അഴീക്കോട് ചേച്ചി പൂക്കൾ മാത്രമേ വാങ്ങിയുള്ളൂ? എൻ്റെ വീട്ടിൽ പൂ ഇടുന്നില്ല. എൻ്റെ മാമൻ മരിച്ചത് കൊണ്ട് ഞാൻ 40 കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇടുന്നില്ല. എൻ്റെ ഫ്രണ്ടാണ് ഇവർ. നമുക്ക് ഇപ്പോൾ ഒരു പ്രയാസമൊന്നുമില്ല. എന്താ നമ്മൾ പൂവ് വാങ്ങി നമ്മൾ പൂക്കള മത്സരം നമ്മുടെ പ്രദേശത്ത് നടത്തലുണ്ട്. പക്ഷെങ്കിൽ വയനാടിന്റെ എല്ലാം പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം നടത്തുന്നില്ല. അപ്പൊ ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. എങ്കിലും ആഘോഷം ആഘോഷിക്കണ്ടേ? നമ്മൾ വീടുകളിൽ നടത്തണല്ല, അതുകൊണ്ട് കുറച്ച് പൂവ് വാങ്ങാന്ന് വെച്ചിട്ടാണ്. ഓണക്കോടി വാങ്ങിച്ചോ? ഓണക്കോടി വാങ്ങിച്ച്, പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെ ഓണായെന്നൊന്നും അങ്ങനെ നിർബന്ധമായിട്ട് അങ്ങനെ ഇടില്ല. അവിടെ ഉണ്ട്, വാങ്ങിച്ച ഇവിടെ ഉണ്ട്. ശരി, എന്തായാലും ആഘോഷമാക്കുമല്ലേ. പുതുവസ്ത്രം, ചെരുപ്പ് എന്നിവ വാങ്ങാനെത്തുന്നവരും പൂക്കൾ തേടി എത്തുന്നവരും ചേർന്നതോടെ ഉത്രാടപ്പാച്ചിൽ തന്നെ ഉത്സവമയമായി. പൂക്കൾ വാങ്ങിയിട്ടില്ലേ? ഇല്ല, പൂക്കൾ വാങ്ങിയിട്ടില്ല. എന്താ ഓണത്തിന് പൂടുന്നില്ല? പൂടുന്നുണ്ട്, പിന്നെ വാങ്ങാൻ നേരിട്ടു. അപ്പോൾ പണ്ടത്തെ പോലെ പൂ പറിച്ചിട്ടിടുന്നതാ? ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറിയില്ലേ? ഇപ്പോൾ നമ്മളെ ഇങ്ങനെ വരിക, പൈസ കൊടുക്കുക, വാങ്ങിക്കുക കിട്ടാറുണ്ടല്ലോ. അതെ. അപ്പം ഓണക്കോടി എടുത്തോ? ഓണക്കോടിയാണ് ഇത്. ഇവിടെ വന്ന സ്ഥിതിക്ക് വെറുതെ ഒന്ന് എടുക്കുന്നത്. തനിച്ചേ വന്നുള്ളൂ? ചേച്ചിയുടെ സ്ഥലം എവിടെയാ? ഞാൻ മുണ്ടയാട്. അപ്പോൾ ഒന്ന് കണ്ണൂരൊക്കെ കണ്ട് പൂക്കളൊക്കെ വാങ്ങി ഒരു ഓണം അടിപൊളിയാക്കും അല്ലേ? ഓക്കെ. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന കൈത്തറി, കുടുംബശ്രീ പ്രദർശന വിൽപ്പന മേളയും ഓണച്ചന്തയും ആളുകളുടെ തിരക്ക് കൂട്ടി. മഴയുടെ കുറവും കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്കേറാൻ കാരണമായി. ഓണത്തിന്റെ തിരക്കായി. അപ്പം ഈ പൂക്കൾക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ പണ്ടത്തെ മാതിരി തന്നെ വിലയുണ്ടോ, അതോ ഇന്ന് വില കുറവാണോ? വില കൂടിയിട്ടൊന്നുമില്ല, സാധാരണ ഉള്ള വിലയായിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞ വർഷത്തേക്കാളും വില കുറച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാവേണ്ടതല്ലേ? കൂടുതൽ കച്ചവടം ഉണ്ടാവേണ്ടത്. പക്ഷേ രാവിലെ നല്ല മഴ ഉണ്ടായതിനു ശേഷം കച്ചവടം വളരെ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു കച്ചവടം പ്രതീക്ഷിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം പൊതുവിലെ ആൾക്കാർ, അതായത് സ്ത്രീകളൊക്കെ വന്നിട്ട് പൂക്കൾ വാങ്ങിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ദൂര സ്ഥലത്തു നിന്നൊക്കെ സ്ത്രീകൾ രാവിലെ നല്ല സപ്പോർട്ടിങ് ആണ്, നല്ല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. രാവിലെ മഴ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിച്ചിന്. നല്ലൊരു മഴയാണ് വില്ലൻ അല്ലേ? അതെ, മഴ ഇപ്പോൾ കുറച്ച് വെയിൽ കാണുന്നുണ്ട്. വൈകുന്നേരം കുറച്ച് ആൾക്കാർ വരുമെന്ന് വിചാരിക്കാം. എന്തായാലും ഓണം അടിപൊളിയാക്കാം. ഹാപ്പി ആണോ? ഓണാഘോഷത്തിന്റെ പ്രധാന വസ്തുവായ പൂക്കൾക്ക് ഇത്തവണ ഡിമാൻഡ് കൂടുതലാണ്. പ്രധാന ഉൽപാദന കേന്ദ്രമായ കർണാടകയിലുണ്ടായ മഴ പൂക്കളുടെ വരവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ലെന്ന് കുറെ വർഷമായി നഗരത്തിൽ ഓണ സീസണിൽ പൂക്കച്ചവടം നടത്തുന്ന വ്യാപാരി പറഞ്ഞു. പൂക്കൾക്കൊക്കെ വിലയൊക്കെ സാധാരണ തന്നെ എല്ലായിടത്തുള്ള നോർമലി ആ ഒരു ക്യാഷ്. ഈ പൂക്കളൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഇത് ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ അപ്പോൾ നിങ്ങൾക്ക് ബസ്സിന്റെ ട്രാവലിംഗ് ചാർജ് മറ്റുള്ള അങ്ങനെ ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് പിന്നെ വണ്ടിയാണ്. വണ്ടിയിലാണ്. എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ മഴയാണ് ശരിക്കും വില്ലനാകുന്നത്. അതെ. എന്തായാലും നമുക്ക് നാളെ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് രാത്രി കച്ചവടം നടക്കുന്നു വിചാരിക്കാം അല്ലേ? ഓക്കെ. കൂടാതെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഗണേശോത്സവത്തിലും ധാരാളം പൂക്കൾ ഉപയോഗിച്ചതും പൂക്കളിൽ കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആഘോഷം എന്തായാലും ആഘോഷിക്കുന്നവരാണ് മലയാളികൾ. മലയാളി പൊളിയാണ് കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും സിറ്റി ചാനലിന്റെ ഹാപ്പി ഓണം, ഓണാശംസകൾ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.